മന്ത്രി സാറ് വാസവ സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിങ്ങനെ ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനെല്ലാം നടക്കുക. അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്നൊരു മാറ്റമാണ്. അപ്പോൾ കണ്ടല്ലോ, രേണു സുധിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നിങ്ങൾ ആലോചിക്കായിരിക്കും, ഇനിയും നിർത്താറായില്ലേ? ഞാൻ ഈ രേണു സുധിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പല ആൾക്കാരും കമൻറ്റുകൾ അയക്കുന്ന കാണാം. ഒന്ന് നിർത്തിക്കൂടെ ഇവരെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞങ്ങൾ കണ്ട് മടുത്തു. ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷേ ചെയ്യേണ്ടി വരികയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, രേണു സുധിക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. രേണു സുധിയുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ ആളുകൾ കാണത്തുള്ളൂ. ആ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് രേണു സുധി തന്നെ എടുത്ത് സംസാരിക്കേണ്ടി വരുന്നത്. പിന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറേ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രേണു സുധിയോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല. തുടക്കത്തിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഹസ്ബൻഡ് മരിച്ചു, കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഒരു അമ്മ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് അതെനിക്ക് മനസ്സിലാവും. ഒരു 10-15 വർഷം എൻ്റെ അമ്മ എന്നെ വളർത്താൻ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കഷ്ടപ്പാട് എത്രമാത്രം വലുതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇവരുടെ പിന്നെയുള്ള ഓരോരോ വീഡിയോകൾ കാണുമ്പോൾ, ഓരോരോ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ തോന്നി. അതിന് ഇവർ പറയുന്ന ഒരു ഒറ്റ വാചകം, എനിക്ക് നേരെ വന്ന ആക്രമണം, അതിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ എടുത്തണിഞ്ഞ ഒരു പടച്ചട്ടയാണ് എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഓരോ സമയത്ത് അവർക്ക് വന്ന മാറ്റങ്ങൾ, ഇൻ്റർവ്യൂവിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലായിക്കോട്ടെ, അവരുടെ സംസാര രീതികൾ, അവർ പറഞ്ഞ നിലപാടില്ലായ്മകൾ, ഇതാണ് ഇന്ന് നമ്മുടെ വിഷയം. രേണു സുധിയെക്കുറിച്ച് അറിയാനും കേൾക്കാനും താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ പഞ്ഞി കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് രേണുവിൻ്റെ കുറച്ച് വീഡിയോകൾ വെച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. മന്ത്രി സാറ് വാസവ സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിങ്ങനെ ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനെല്ലാം നടക്കുക. അപ്പം ഞാൻ അത് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു സാറ്. ഇത് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള ഒരു ബൈറ്റാണ്. എന്ത് സൗമ്യമായിട്ട്, എന്ത് ശാന്തശീലയായിട്ട് രേണു സംസാരിക്കുന്നു. ആ സങ്കടം മുഖത്തുണ്ട്. ജോലിക്ക് വേണ്ടി, അതായത് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് മന്ത്രി വാസവൻ സാർ വീട്ടിലെത്തി ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള പേപ്പേഴ്സിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു സമയം, അതേക്കുറിച്ചാണ് രേണു പറയുന്നത്. നമുക്ക് അടുത്തൊരു ബൈറ്റ് കാണാം. സാറാണ് പറഞ്ഞത് ജോലി തരാമെന്ന് പറഞ്ഞു. എന്താണ് പഠിച്ചേക്കണത്? ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10th ഉള്ളൂ എൻ്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇത് ആ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് റിക്കവർ ആയതിനു ശേഷമുള്ള ഒരു ബൈറ്റ് കൊടുത്തതാണ്. ഇതിനകത്ത് രേണു പറയുന്നുണ്ട് 10th +2 വരെയൊക്കെ പോയിട്ടുള്ളൂ. അതിനും രേണുവിനൊരു വ്യക്തതയില്ല ഏതുവരെ പഠിച്ചെന്നുള്ളത്. 10th +2 വരെയൊക്കെ പോയിട്ടുള്ളൂ, പിന്നെ പോയതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. 10th +2 ഒക്കെ വെച്ചിട്ട് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കിട്ടുമോ? എനിക്കറിയില്ല കേട്ടോ. അതിന് സെപ്പറേറ്റ് കോഴ്സ്, IATA കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷമല്ലേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ രേണു പറയുന്നത് രേണു എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏവിയേഷൻ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ പിന്നെ പറ, അല്ലെങ്കിൽ ഇവര് കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു ഇല്ല, എല്ലാം വാവക്കുട്ടം, അല്ല സോറി മാറി സുധിക്കുട്ടം പറയണ പോലെ. അതെ, എല്ലാം സുധിക്കുട്ടൻ പറയുന്നത് പോലെയാണ് രേണു ചെയ്തിട്ടുള്ളത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് രേണു പറയുന്നു, ഞാൻ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തു, ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ 10th +2 സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ബാക്കി കോഴ്സൊന്നും രേണു കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതെങ്ങനെ നടക്കുക? അപ്പോൾ ഇതിനകത്ത് രേണു ഏതാണ് ശരിക്കും പഠിച്ചിട്ടുള്ളത്? ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്നൊരു മാറ്റമാണ്. ഗംഭീരമായൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമുക്ക് ആ മാറ്റം എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. രേണുവിൻ്റെ സംസാരം, രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ ആദ്യം കണ്ട വീഡിയോ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോണം. ഏതാ? സുധിച്ചേട്ടൻ മരിച്ചതിൻ്റെ ആ ഒരു സമയത്തുള്ള വീഡിയോയിൽ കണ്ട രേണുവിനെ ഒന്ന് മനസ്സിൽ വെച്ചോണം. അത് കണ്ടിട്ട് ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എത്രമാത്രമാണ് ആ ഒരു ലേഡിക്ക് മാറ്റം സംഭവിച്ചതെന്നുള്ളത്. ഈ മാറ്റത്തിന് രേണു കാരണം പറയുന്നത് സൈബർ ബുള്ളിങ്ങിനെയാണ്. പിന്നെ ബാക്കി ഈ വീട് വെച്ച് കൊടുത്തതിൻ്റെ നന്ദിയില്ലായ്മ കാണിച്ചതൊക്കെ ഒരു സൈഡിലുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ നന്ദിയില്ലായ്മ രേണു ആദ്യമായിട്ട് കാണിക്കുന്നൊരു കാര്യമല്ല. അതിന് വേറൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടു നോക്കാം. ശാരീരികമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്നും കിട്ടും, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ നാടകത്തിനകത്തുണ്ടെന്ന് പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലീവ് തരും
ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോലി തരാമെന്ന് പറഞ്ഞത് അത് ഓരോ പ്രോസസ്സിംഗ് നടന്നു. അതും വൈറ്റ് കോളർ ജോലിയല്ല, 10ാം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ജോലിയോ PSC എഴുതാതെയോ? PSC ചെയ്ത് അന്ന് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു. വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് പുതുക്കണം, എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം. PSC ചെയ്താലല്ല, സീനിയോറിറ്റി പുതുക്കണം. അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് അവർ. പക്ഷെ ഇതുവരെ ഒന്നും ഇതൊക്കെ നിർത്തി പോകത്തൊന്നുമില്ല. ഇത് വരുന്നോടത്ത് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല. രേണുവിന് അഭിനയം നിർത്തിയിട്ട് അല്ലെങ്കിൽ ഈ റീൽസ് പരിപാടികൾ നിർത്തിയിട്ട് വേറൊരു ലൈഫ് ഇനി ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർ ഈ ലൈം ലൈറ്റിൻ്റെ ഒരു സുഖം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു ഫെയിമിൽ അവർ എന്താ പറയുക, അത്രയും മതിമറന്ന് നിൽക്കുകയാണ്. പക്ഷെ അത് എത്ര കാലം പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അധിക നാൾ ഈ ഒരു ചാട്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു ഒരു ഒരു ഇയാമ്പാറ്റ പോലെയാണ് ഈ പറഞ്ഞ ലൈം ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു പരിധി വരെ നമുക്ക് പാറി പറക്കാൻ പറ്റില്ല. അത് കഴിയുമ്പോൾ നേരെ താഴേക്ക് വരേണ്ടി വരും. ആ ഒരു സമയത്തിലേക്ക് രേണു ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇവിടെ രേണു പറയുന്നത്, രേണു ജോലി കിട്ടിയാൽ ജോലിക്ക് പോകാൻ തയ്യാറാണ്, പക്ഷേ ഇത് വിട്ടിട്ട് പോകത്തില്ല, വിട്ടിട്ട് പോകാനൊന്നും ആരും പറയുന്നില്ല. എന്നാൽ പോലും എനിക്ക് മനസ്സിലാവാത്ത കാര്യം, രേണു പറയുന്നുണ്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെയൊക്കെ പോകുമ്പോഴേക്കും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ കേൾക്കുന്നത് നിങ്ങൾ നാടകത്തിൽ അഭിനയിക്കുന്നു, നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ലീവ് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു സംശയം, രേണു എന്തൊക്കെ ജോലിക്ക് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്? ഇത് ഞാൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥമില്ല, കാരണം രേണു ഈ വീഡിയോ ഒന്നും കാണാറില്ല. രേണു ആരെങ്കിലും കൂട്ടുകാരികളോ ആരെങ്കിലും അയച്ചു കൊടുക്കുമ്പോഴാണ് രേണു ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് രേണു വീഡിയോകളൊന്നും കാണാറില്ല. പക്ഷേ വരുന്ന കമൻറ്റുകൾക്കൊക്കെ രേണു റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നും കാണത്തില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും രേണു കാണത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, രേണു എന്തൊക്കെ ജോലികൾക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? ഇതെൻ്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ്. അതൊന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമുക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ, രേണു അങ്ങനെ കള്ളം പറയുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ പോയിട്ടുള്ള ജോലി എന്തൊക്കെ ജോലികൾക്ക് വേണ്ടിയാണ്? വൈറ്റ് കോളർ ജോബൊന്നും അല്ലെന്നൊക്കെ രേണു നേരത്തെ പറയുന്നു. വൈറ്റ് കോളർ ജോബ് അല്ല മറ്റേ മന്ത്രിയും ഓഫർ ചെയ്തത്. എന്നാൽ പോലും രേണു പോയിട്ടുള്ള ഇൻ്റർവ്യൂകളെ കുറിച്ച് ഒന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ചെയ്യുമായിരിക്കും വീഡിയോ കാണുകയാണെങ്കിൽ. കാണില്ല, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ കണ്ണിൽ ഉടക്കുകയാണെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തിക്കണേ എന്താണ് ആ ജോലി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിൽ സുധിച്ചേട്ടൻ പങ്കെടുത്ത പ്രോഗ്രാമാണ്. അദ്ദേഹം അവസാനം പോകുന്നതും ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് യാത്രയും. ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ മഹേഷ് കുഞ്ഞുമോൻ, അതുപോലെ ബിനു അടിമാലി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബിനു അടിമാലിയുടെ ഒരു വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയമൊന്നും അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമാണ്. സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറായിട്ടുള്ള അനൂപ് ജോണിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. അതിനകത്ത് രേണുവിൻ്റെ ജോലിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രേണുവിന് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ രേണു ആ ജോലി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണ് അനൂപേട്ടൻ അതിനകത്ത് പറയാനുള്ളത്, എന്തുകൊണ്ട് രേണു അത് സ്വീകരിച്ചില്ല എന്നുള്ളത് അനൂപേട്ടൻ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്തു? ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷണലിൻ്റെ മുഖത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേൽ പോകാം. അപ്പോൾ അവർ പറഞ്ഞാൽ അത് ശരിയാവില്ല. പിന്നെ അധികം ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ കണ്ടു കാണും. ആ സമയത്ത് പറയേണ്ട എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ്, എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ ഗവൺമെൻറ് തന്നെ ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ. പക്ഷെ അത് ആയി വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും. രേണു ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അനൂപ് എന്തോ കൊടുത്തത് അക്കൗണ്ടന്റ് ആയിട്ട് എന്തോ ആയിട്ടുള്ള ജോലിയായിരുന്നു, കണക്ക് ഇതായിട്ടുള്ളതാണ്. അപ്പൊ അത് രേണുവിന് അറിയില്ല, അതുകൊണ്ടാണ് രേണു അതിനെ റിജക്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ശരിയാണ്, ഞാൻ കണ്ടിരുന്നു. അത് അത്ര വലിയ അക്കൗണ്ടിങ് ജോബ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു മാനേജിങ് സംതിങ് സുഖമായിട്ട് ഒരു 1 വീക്ക് ഒക്കെ അവരോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നാളെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, ചിലപ്പോൾ രേണുവിൻ്റെ ഇൻട്രസ്റ്റ് ഇതായിരിക്കാം.
അതുകൊണ്ട് രേണു അതിലേക്ക് എക്സാക്ട്ലി ശരിയാണ്. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. രേണുവിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഭിനയത്തിൽ ശോഭിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ അവർ അഭിനയത്തിൽ ശോഭിച്ചില്ലെങ്കിലും ആ പേരും പറഞ്ഞിട്ട് ലൈം ലൈറ്റിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണു സുധി മാത്രമേ കേൾക്കാനുള്ളൂ. ഏത് മീഡിയ എടുത്താലും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എവിടെ എടുത്താലും ഇപ്പോൾ ഷോർട്സിലാണെങ്കിൽ പോലും രേണു സുധിയുടെ വീഡിയോകൾ മാത്രമേ കാണാനുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈബർ ഗുഡ് ദേവുവിൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്തും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് വെക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തിപ്പോൾ രേണുവിൻ്റെ ആദ്യത്തെ സമയം മുതലുള്ള സുധിച്ചേട്ടൻ മരിച്ച സമയം മുതൽ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ്, ഇപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വന്ന് രേണു സുധി സംസാരിക്കുന്ന വിഷയം മുതൽ സുധിച്ചേട്ടൻ മരിച്ച സമയത്തുള്ള രേണു സുധി, അത് കഴിഞ്ഞിട്ട് ശാരികയുടെ ഇന്റർവ്യൂ എത്തിയപ്പോൾ ഉള്ള മാറ്റം നിങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രമാത്രമാണ് ആ ഒരു സ്ത്രീക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ സംസാരമായിക്കോട്ടെ, അവരുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു, എത്രമാത്രം അരഗൻ്റ് ആയിട്ടുണ്ട് അവർ. ഇതിനെല്ലാം അവർ പറയുന്നത് സൈബർ ബുള്ളിങ് ആണ്. എന്തുകൊണ്ട് ഈ സൈബർ ബുള്ളിങ് ഉണ്ടായി എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. അന്ന് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ സംസാര രീതികൾ മാറി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന റീലെടുപ്പുകളുടെയൊക്കെ പാറ്റേൺ മാറി വന്നപ്പോഴാണ് ആളുകൾ ഇവർക്കെതിരായി തുടങ്ങിയതും പിന്നെ ഇവരുടെ കള്ളങ്ങൾ പറയുന്നു, നിലപാടില്ലായ്മ. അവരപ്പോഴെന്ത് പറയുന്നോ അതാണ് അവരുടെ നിലപാട്. അത് അടുത്തൊരു ഇൻ്റർവ്യൂ വരുമ്പോഴേക്കും ഇതേ കാര്യം ചോദിച്ചാൽ വേറൊരു കാര്യമായിരിക്കും പറയുന്നത്. അന്നേരം അവരുടെ നിലപാട് അതാണ്. രണ്ടും തമ്മിൽ എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചപ്പോൾ അതിനകത്ത് രേണു സുധി പറയുന്നു 10ാം ക്ലാസ് +2 വരെയൊക്കെ പോയിട്ടുള്ളൂ, അതിനുശേഷമുള്ള കോഴ്സുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നു ഞാൻ ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്, ഇത്ര എയർപോർട്ടുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിൽ ഏതാണ് സത്യം? ഇനി സർട്ടിഫിക്കറ്റുകൾ രേണുവിൻ്റെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് 10ാം ക്ലാസ്സിലേക്ക്, അതൊക്കെ ഒറിജിനൽ ആണോ ദൈവത്തിനറിയാം. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി. സുധിച്ചേട്ടൻ്റെ കുറേ ലീലാവിലാസങ്ങളൊക്കെ ഇപ്പം പുറത്ത് കേൾക്കുന്നുണ്ട്. അതൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത പരിപാടികളും അത് രേണു സുധിയും കൂടെ ചേർന്നുള്ള കുറേ പരിപാടികൾ ഇതൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതൊന്നും സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. രേണു സുധിയെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.